ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. ലോക ചാപ്റ്റർ 1 ചന്ദ്ര ഒരു മാസം പിന്നിടുകയാണ്. 30 ദിനങ്ങൾ പിന്നിടുമ്പോഴും സിനിമ മലയാള ബോക്സ് ഓഫീസിലെ രാജാവായി വിലസുകയാണ്. ഇതിനിടയിൽ പല സിനിമകളും റിലീസ് വരികയും ചിലതെല്ലാം ഒപ്പമിറങ്ങിയ പല സിനിമകളും OTTയിലേക്ക് എത്തുകയും ചെയ്തു. എന്നിട്ടും ലോക ഇവിടെ തുടരുക തന്നെ ചെയ്യുന്നു. 5-ാം വാരത്തിലേക്ക് കടക്കുമ്പോഴും സിനിമയ്ക്ക് നമുക്ക് കാണാൻ കഴിയുന്നു 275ഓളം സ്ക്രീനുകളാണ് ഉള്ളത് എന്ന്. സിനിമ മികച്ച രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 29-ാം ദിനം സിനിമയ്ക്ക് റെക്കോർഡ് തന്നെയായിരുന്നു വന്നത്. 29-ാം ദിനത്തിൽ കരം എന്ന വിനീത് ശ്രീനിവാസൻ ചിത്രമുണ്ടായിട്ട് പോലും കളക്ഷൻ്റെ കാര്യത്തിലും ബുക്ക് മൈ ഷോയിലെ ടിക്കറ്റ് ബുക്കിങ്ങിൻ്റെ കാര്യത്തിലും സിനിമ തന്നെ നമ്പർ 1 ആയി നിൽക്കുന്ന നമുക്ക് കാണാൻ കഴിഞ്ഞു. ലോകയ്ക്ക് ഇന്നലെ മാത്രം വിറ്റുപോയത് 20,000-ന് മുകളിലുള്ള ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോയിലൂടെ. ഇന്നലത്തെ കളക്ഷൻ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ണോടിക്കാം. 1018ഓളം ഷോകളാണ് ഇന്നലെ ട്രാക്ക് ചെയ്യപ്പെട്ടത്. അതിനകത്തിൽ സിനിമയ്ക്ക് ഫൈനലായി വന്നത് 52,80,800 രൂപയാണ്. അതായത് ഇന്നലെയും സിനിമ 75 ലക്ഷം രൂപയോളമാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയിരിക്കുന്നത്. 32,837ഓളം ടിക്കറ്റുകൾ വിറ്റുപോയി എന്നുള്ളതാണ് ട്രാക്കേഴ്സ് പുറത്തുവിടുന്ന കണക്കുകൾ. 13% സിനിമയുടെ ഒക്യുപ്പൻസിയായി വന്നിരിക്കുന്നത്. ഇന്നും സിനിമയ്ക്ക് മികച്ച രീതിയിലുള്ള ഒരു ബുക്കിംഗ് തന്നെ തുടങ്ങിയിരിക്കുന്നു. ഈ ഒരു വെള്ളിയാഴ്ചയും മികച്ച കളക്ഷനോടുകൂടി തന്നെ സിനിമ പോകും. ഇന്നലത്തേന് മുകളിലുള്ള കളക്ഷൻ ആയിരിക്കുമെന്നുള്ള പ്രതീക്ഷയാണ്. ഇതുവരെ നമുക്ക് ലഭ്യമായ കണക്കുകൾ പ്രകാരം 875 ഷോകൾ ട്രാക്ക് ചെയ്തപ്പോൾ ഇപ്പോൾ 16,000ഓളം ആളുകൾ ടിക്കറ്റ് എടുത്തതായിട്ടാണ് ട്രാക്കേഴ്സ് പറയുന്നത്. 8% ഒക്യുപ്പൻസിയിൽ സിനിമയ്ക്ക് 26,57,000ഓളം രൂപയാണ് കളക്ഷനായി വന്നിരിക്കുന്നത്. അതായത് ഇപ്പോൾ തന്നെ സിനിമ ഏകദേശം 40 ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് കളക്ഷൻ ഇന്നും നേടിയിരിക്കുന്നു. ഇതിനോടകം തന്നെ മറ്റൊരു കാര്യം വന്നിരിക്കുകയാണ്. രണ്ടാമതായി ഒരു സിനിമ മലയാളത്തിൽ നിന്ന് ട്രാക്ഡ് കളക്ഷൻസിലൂടെ 100 കോടി കടക്കുന്നു എന്നുള്ളതാണ്. തുടരുമെന്ന ചിത്രത്തിന് ശേഷം 29 ദിനങ്ങൾ കൊണ്ട് ലോകയും 100 കോടിക്ക് മുകളിലേക്ക് എത്തുകയാണ് ട്രാക്ഡ് കളക്ഷൻസിലേക്ക്. സിനിമയുടെ ഇനിയും 28 ദിനത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ 29 ദിനത്തെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് നമുക്ക് വരാം. അവിടെ കേരളത്തിൽ നിന്ന് മാത്രമേ സിനിമ 108 കോടി 15 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ നേടിയിരിക്കുന്നത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് സിനിമ 57 കോടിയാണ് എത്തിയിരിക്കുന്നത്. ഓവർസീസിൽ നിന്ന് സിനിമ 116 കോടിയോളം നേടിയപ്പോൾ 29 ദിനം കൊണ്ട് 280 കോടി 90 ലക്ഷം രൂപയാണ് സിനിമ നേടിയിരിക്കുന്നത്. അതായത് 281 കോടിയിലേക്ക് സിനിമ ടച്ച് ചെയ്തു. ഇന്നത്തോടെ സിനിമ 282 കോടിയിലേക്ക് എത്തും എന്നുള്ളതാണ്. അതായത് ഇൻഡസ്ട്രി ഹിറ്റിന് ഇനി നമുക്ക് വേണ്ടത് 18 കോടിയോളമാണ്. ഇൻഡസ്ട്രി ഹിറ്റല്ല, 300 കോടിയിലേക്ക് എത്താൻ 18 കോടിയോളമാണ്. ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് എത്താൻ സിനിമയ്ക്ക് വേണ്ടത് ഏകദേശം 9 കോടിയോളം കൂടിയാണ് എന്നുള്ളതാണ്. എന്തായാലും ഇവിടെ മികച്ച രീതിയിൽ തന്നെ സിനിമ മുന്നോട്ട് പോകുന്നു. ബാക്കി എല്ലാ സിനിമകളും അല്ലെങ്കിൽ ഒപ്പമിറങ്ങിയ സിനിമകൾ OTTയിൽ പോവുകയും പുത്തനായി വന്ന സിനിമകൾക്ക് അത്രത്തോളം ഈ ഒരു സിനിമയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാനുള്ള കഴിവില്ലായ്മയും നമുക്ക് എടുത്ത് പറയേണ്ട കാര്യങ്ങളാണ്. ഇന്നും മറ്റൊരു റിലീസ് കൂടെയുണ്ട്, ബാൾട്ടി എന്ന സിനിമ. ആ സിനിമയുടെ പ്രകടനം കൂടെ നമുക്ക് കാത്തിരിക്കാം. എന്താണെങ്കിലും മലയാളത്തിൽ ഏറ്റവും വലിയ കളക്ഷൻ നേടുന്നതും അഭിപ്രായം നേടുന്നതുമായ ഒരു ചിത്രമായി മാറുകയാണ് ലോക. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്താണ്. ഇന്നും നമുക്ക് കാണാൻ കഴിയുന്നു മണിക്കൂറിൽ 1400-ന് മുകളിലുള്ള ടിക്കറ്റുകൾ ഇപ്പോൾ വിറ്റ് പോകുന്നതായിട്ട്. കാത്തിരിക്കുന്നു. നിങ്ങളുടെ കമൻസുകൾക്കും കാര്യങ്ങൾക്കും കട്ട സപ്പോർട്ട് വേണം ഗ്രേറ്റ് മീഡിയാസ്. അപ്പം മറക്കണ്ട സബ്സ്ക്രിപ്ഷൻ. നിങ്ങളുടെ കട്ട സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് 60,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താം.